നമസ്കാരം. സ്പോർട്സ് ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലിയോണൽ മെസ്സി കേരളത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ഏറ്റവും വലിയ ആകാംക്ഷ. എന്തായാലും അതിന് ഒരു ഉത്തരം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെ നൽകുകയാണ്. ഈ വർഷം എന്തായാലും ലിയോണൽ മെസ്സി കേരളത്തിലേക്ക് ഇല്ല. നമ്മോടൊപ്പം ശ്രീജിത്ത് ബാലകൃഷ്ണൻ കൂടി ചേരുകയാണ്. ശ്രീജിത്ത്, എന്തായാലും കേരളത്തിലെ കായിക പ്രേമികൾ വലിയ ആവേശത്തോടെ കാത്തിരുന്ന ഒരു നിമിഷം ലിയോണൽ മെസ്സി കേരളത്തിലേക്ക് വരുമോ എന്നതായിരുന്നു. എന്തായാലും അത് ഉണ്ടാകില്ല എന്ന് തന്നെ ഈ നിമിഷം പറയാമെന്ന് തോന്നുന്നു. ഈ വർഷത്തിലേക്ക് എന്നല്ല, ഈ അടുത്ത കാലത്തൊന്നും മെസ്സി വരാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാനാവുക. അതോടൊപ്പം തന്നെ ഈ കായിക വകുപ്പും കായിക മന്ത്രിയും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. ഫുട്ബോൾ പ്രേമികളെ മാത്രമല്ല, എല്ലാവരും പറഞ്ഞു പറ്റിക്കുകയാണ്. ഇതിൽ ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രേമികൾ മാത്രമല്ല എല്ലാവരും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ മകളൊക്കെ അങ്ങനെ വലിയ ഫുട്ബോളൊന്നുമില്ല, പക്ഷേ മെസ്സി വരുന്നു എന്ന് പറയുമ്പോൾ ആ ചെറിയ കുട്ടികൾ മുതൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ബന്ധപ്പെട്ട് ചിന്തിക്കുന്നു അവരെ മുഴുവൻ പേരെയും പറഞ്ഞു പറ്റിച്ചെന്നുള്ള യാതൊരു തർക്കമില്ല. കാരണം മന്ത്രിക്കോ വകുപ്പിനോ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു സ്പോൺസറെ കണ്ടെത്തി എന്ന് പറയുന്നു, ആ സ്പോൺസർ കുറേ കാലം ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു. കായിക വകുപ്പ് എന്നൊരു വകുപ്പ് സംസ്ഥാനത്തുണ്ട് എന്ന് നമുക്കറിയാം, അത് മേള നടത്തുന്നുണ്ട്, അങ്ങനെ പല പരിപാടിയുണ്ട്. പക്ഷേ ഈ മെസ്സിയെ കൊണ്ടുവരാൻ, മെസ്സി ഒരു ചെറിയ പേരല്ല, ആ പേര് മാത്രമല്ല ആ രാജ്യം തന്നെ ഇങ്ങോട്ട് വരണം. അത് മാത്രമല്ല രജീഷ് പറഞ്ഞ പോലെ ഈ അർജന്റീന വരുമ്പോൾ അർജന്റീന മാത്രം മെസ്സി മാത്രം കളിച്ചാൽ പോരല്ലോ, മറ്റേതെങ്കിലും രാജ്യം കൂടി വരണം. അതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഉണ്ടായിട്ടില്ല. ഏത് രാജ്യം കളിക്കുമായിരുന്നു? 50 താഴെ റാങ്കുള്ള ഒരു രാജ്യം വരണമായിരുന്നു. ഏറ്റവും പ്രധാനം. കാരണം ഇനിയൊരു ഈ കണക്ക് പ്രകാരമാണെങ്കിൽ ഒക്ടോബർ പ്രകാരമാണെങ്കിൽ ഒരു 3 മാസമേ ഉള്ളൂ. ഇവർ മെസ്സി വരുമോ അർജന്റീന വരുമോ എന്നൊക്കെ ചർച്ചയ്ക്ക് നിൽക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു രാജ്യം എതിരാളികളായി കളിക്കണമായിരുന്നു. 2 മത്സരം തീരുമാനിച്ചാൽ മറ്റൊരു രണ്ടാമത്തെ രാജ്യത്തെ തീരുമാനിക്കണോ, ഏഷ്യൻ രാജ്യങ്ങളെ തന്നെ തീരുമാനിച്ചാൽ ഒരുപക്ഷെ ഇവർക്ക് അത്തരം ചർച്ചകളിലേക്ക് പോകണമായിരുന്നു. അതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ വാക്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ണിൽ പൊടിയിടുന്നത് പോലെയാണ്. മെസ്സി വരും കേട്ടോ എന്നൊരു കാര്യം മാത്രമാണ് മന്ത്രിക്ക് അറിയാവുന്നത്. മന്ത്രിയുടെ ധാരണയിൽ ആരോ പറഞ്ഞിട്ടുണ്ട് മെസ്സി വരും, മന്ത്രി വിചാരിച്ചാൽ മെസ്സി വരും, മന്ത്രി വിചാരിച്ച മെസ്സി വരും. അതായത് സർക്കാർ തലത്തിലോ ഔദ്യോഗിക തലത്തിലോ ഒരു നീക്കവും, അതായത് ഒരു ഭരണ സംവിധാനം ഓടുന്നുണ്ടല്ലോ, ആ ഭരണ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു നീക്കവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ സ്പോൺസർക്ക് ഒരുപക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ചു, ഒക്ടോബറിൽ വരാൻ ഞങ്ങൾ ആഗ്രഹിച്ചു, അർജന്റീന ടീമിന് ഒക്ടോബറിൽ വരാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ പിന്മാറുകയാണ് എന്ന് സ്പോൺസർക്ക് പറഞ്ഞൊഴിയാം. പക്ഷെ ഒരു സർക്കാർ ഇത്തരത്തിലൊരു നാണക്കേടിലേക്ക് പോകാനുള്ള ഒരു കാരണം, ഒരു ഉത്തരവാദിത്തമില്ലായ്മ എന്തായാലും വകുപ്പിനുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരില്ല. കാരണം ഇവർക്ക് ഒരുപക്ഷെ ഒരു സ്പോൺസർ ഇതിൽ ഇടപെട്ടു. ആദ്യഘട്ടത്തിൽ തന്നെ ഒരു വിവാദം ഉണ്ടായ പശ്ചാത്തലം നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പ്. ആ സമയത്തെങ്കിലും മറ്റൊരു സ്പോൺസറെ കണ്ടെത്താനോ അല്ലെങ്കിൽ ഈ സ്പോൺസറോട് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിയാനോ, നമുക്കറിയാം സ്പെയിനിൽ വരെ കായിക മന്ത്രി പോയിട്ടാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളെ സംസാരിച്ചത്. അപ്പോൾ അത്രയും നടപടികളിലേക്ക് പോയി സർക്കാർ അതിനുവേണ്ടിയൊക്കെ ഒരു പ്രാഥമികമായി തന്നെ ഒരു പണം ചെലവിട്ടിട്ടുണ്ട്. എങ്കിൽ ഇവർക്ക് ഒരു ഉത്തരവാദിത്തത്തോടെ അടുത്ത ഘട്ടമെങ്കിലും ഒന്ന് ശ്രമിക്കാമായിരുന്നു. തീർച്ചയായും സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭരണ സംവിധാനം ഇതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. ആഗ്രഹിച്ചാൽ കാര്യം നടക്കില്ല. നമുക്ക് ആഗ്രഹമുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട് മെസ്സി വരണം എന്ന് വെച്ചുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറയുകയാണ് മെസ്സി വരും കേട്ടോ. ജൂൺ 6 ഇക്കാര്യത്തിൽ മന്ത്രി ഒരു പോസ്റ്റ് ഇടുന്നു, മെസ്സി വരും കേട്ടോ എന്ന് പറയും. പക്ഷേ പോസ്റ്റ് മാത്രമേ ഇടുന്നുള്ളൂ. അത് സ്പോൺസർ ചർച്ച നടത്തിയെന്ന് പറയുന്നു. പക്ഷേ സ്പോൺസർ എവിടെയാണ് ചർച്ച നടത്തിയത്? ആരുമായിട്ടാണ് ചർച്ച നടത്തിയത്? എത്ര പൈസ കൊടുക്കണം? ഇത് 300 കോടി എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ സർക്കാർ പറയുന്ന ഒരു കാര്യം അത് വളരെ പ്രധാനമാണ്. അതായത് സർക്കാർ ചെലവിട്ട പണം തിരിച്ച് കിട്ടും, അത് നഷ്ടപ്പെടില്ല. അപ്പോൾ എത്ര പണം കൊടുത്തു എന്ന് സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ സർക്കാർ കുറച്ച് പണം ചിലവായാലും കുഴപ്പമില്ല, പോയാലും കുഴപ്പമില്ല. പക്ഷേ മെസ്സി വരുമെന്നൊരു വാഗ്ദാനം. മെസ്സി മാത്രമല്ല, ഈ കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ. അത് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് പ്രതീക്ഷ മാത്രമല്ല, കേരളത്തിലെ ഫുട്ബോളിലും കേരളത്തിലെ ടൂറിസം രംഗത്തും പൊതുവെ എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ വ്യാപാര രംഗത്തും വാണിജ്യ രംഗത്തും ഒക്കെ വലിയ മാറ്റം ഉണ്ടാകും. നമുക്കറിയാം, ഇപ്പോൾ ഖത്തറിൽ ഫുട്ബോൾ ലോകകപ്പ് നടക്കുമ്പോഴാണ് ഖത്തറിന് വലിയ മാറ്റം സംഭവിക്കുന്നത്. അത് ഖത്തറിന് വെറുതെ ഒരു മാറ്റം സംഭവിക്കുന്നില്ല, അവിടുത്തെ വ്യാപാരം, വാണിജ്യം, കായികം, ടൂറിസം അടക്കമുള്ള മുഴുവൻ മേഖലകളിലും വലിയ മാറ്റം വരും. തന്നെയാണ് അടുത്ത 2 ലോകകപ്പിന് ശേഷം സൗദി അറേബ്യ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറാകുന്നത് ഖത്തർ വിജയിപ്പിച്ചതുകൊണ്ടാണ്. അതായത് അറബ് രാജ്യത്തേക്ക് വീണ്ടും ഒരു ആദ്യമായി വന്നതാണ്, വീണ്ടും ഒരു ലോകകപ്പ് വരുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അത്ര ഒരു പ്രതീക്ഷയ്ക്ക് കാരണമാകുന്നത് നമുക്കത് വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് പറയുന്നതുകൊണ്ടാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെസ്സി കേരളത്തിൽ വരുമായിരുന്നെങ്കിൽ പല തരത്തിലും ഇത്തരം താരങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ അവർക്ക് പ്രചോദനം. ഈ നമ്മുടെ ടൂറിസം രംഗത്തുള്ള വലിയ മാറ്റം, കായിക രംഗത്ത് വരാൻ പോകുന്ന വലിയ മാറ്റം. ഒപ്പം തന്നെ എന്തായാലും ഒരു സ്റ്റേഡിയം സജ്ജമാകണം. ഇപ്പോൾ നമുക്കറിയാം കൊച്ചിയിലെ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ. ആ കൊച്ചിയിലെ സ്റ്റേഡിയം വലിയ രൂപത്തിൽ അതിന് വലിയ മാറ്റം സംഭവിച്ചു. സ്വാഭാവികമായും അർജന്റീന കളിക്കാൻ വരുന്നു, മറ്റൊരു ലോകരാജ്യം കളിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആ സ്റ്റേഡിയത്തിൻ്റെ മൊത്തം സംവിധാനം തന്നെ മാറുകയാണ്. നമ്മളൊരു ലോക നിലവാരത്തിലേക്ക് കേരളം മാറിയേനെ, കേരളത്തിൻ്റെ അന്തരീക്ഷം മാറിയേനെ. അതിനെല്ലാം ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ആളാണ് അബ്ദുറഹ്മാൻ എന്നുള്ളതാണ്. കാരണം ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ആളുകളെ തീർച്ചയായും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. കാരണം ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തുടങ്ങി വെച്ചതാണ് ഇത്. ഇനി വരാൻ പോകുന്ന നിയമസഭാ
തിരഞ്ഞെടുപ്പ്, അതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് പക്ഷേ മെസ്സി വന്നു കഴിഞ്ഞാൽ മന്ത്രി താരരാജാവാണ്, മന്ത്രി ഒരു അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയരും. സ്വാഭാവികമായിട്ട് ഈ സർക്കാരിനെ സംബന്ധിച്ചും വലിയ പ്രതീക്ഷയുള്ള കാര്യമാണ്. ഇത് മെസ്സിയെ കൊണ്ടു നടക്കുന്നു, അതിൻ്റെ പ്രചാരണം, അതൊക്കെ സർക്കാരിനെ സംബന്ധിച്ചും പാർട്ടിയെ സംബന്ധിച്ചൊക്കെ വലിയ ഗുണം കിട്ടുമായിരുന്നു. പക്ഷേ ഇത് ഈ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ തുടങ്ങി വെച്ചതും ഈ കായിക വകുപ്പ് എന്നുള്ള ഒരു വകുപ്പുണ്ടോ എന്നുള്ളത് സംസ്ഥാനത്ത് എത്രയോ നാളുകളായി അങ്ങനെ വകുപ്പുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. ആകെ ഞാൻ പറഞ്ഞ പോലെ മേള മാത്രമാണ് നടക്കുന്നത്, വേറെ ഒന്നും നടക്കുന്നില്ല. ഈ ഒരു കാര്യത്തിലെങ്കിലും ഒരു ഉത്തരവാദിത്വ ബോധത്തോടെ ഈ ഫയലുകൾ ഒപ്പിട്ടാൽ മാത്രം വകുപ്പാകില്ല എന്നുള്ളതാണ്. ഇതൊരു ആവേശ കമ്മിറ്റിയുടെ കാര്യമല്ല. ഇതിലൊരു ഉത്തരവാദിത്തത്തോടെ ഇടപെടണമായിരുന്നു. അതിലൊരു തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വ്യക്തത വേണമായിരുന്നു. എന്തെങ്കിലും ഒരു ധാരണയെങ്കിലും, അതായത് ഇതെങ്ങനെയാണ് ഈ സംവിധാനം നടക്കേണ്ടത്. മെസ്സി എന്ന് പറഞ്ഞ പേര് പലപ്പോഴും എനിക്ക് ചില ചർച്ചകൾ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് മെസ്സിയും അർജന്റീനയും വരാൻ വേണ്ടി സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമായിരുന്നു. തീർച്ചയായും അത് നടന്നു. അവർ വരാൻ തയ്യാറായി. ആ തയ്യാറായ സമയത്ത് ഫണ്ട് കിട്ടാത്ത ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് ആദ്യഘട്ടത്തിലെ പ്രശ്നം. സത്യത്തിൽ ഇത് വരാമെന്ന് സമ്മതിച്ചാൽ തന്നെ അപ്പോൾ തന്നെ അതിൻ്റെ തുടർ ചർച്ചകളിലേക്ക് പോയി കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തണമായിരുന്നു എന്നതിന് പകരം വീണ്ടും സ്പോൺസറുടെ കയ്യിലേക്ക് വിട്ട് മറുവശം തിരിച്ചു ചിന്തിച്ചാൽ ഡിസംബറിൽ മെസ്സി വരുന്നുണ്ട് ഇന്ത്യയിൽ, കേരളത്തിലല്ല. അതെങ്ങനെ വന്നു, സാധ്യമായി? ഒന്ന് ആലോചിച്ച് നോക്കൂ. 4 നഗരങ്ങളിൽ പോകുന്നുണ്ട്, അതൊക്കെ സാധ്യമായില്ലേ? ഇത് എല്ലാവർക്കും സാധ്യമാകും, കേരളത്തിന് ഉറപ്പായും സാധ്യമായേനെ. പക്ഷേ കേരളം അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട് എന്നുള്ളതൊരു കാര്യം നടക്കില്ല. ഇത് കൃത്യമായി പൈസ എത്ര കൊടുക്കണം, ആർക്ക് കൊടുക്കണം, ആരോട് സംസാരിക്കണം, എവിടെയാണ് ഇടപെടേണ്ടത്. ഒരു ആ സ്പോൺസർ പരാജയപ്പെടുന്നുണ്ടോ എന്ന് സർക്കാരിന് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്ത മാർഗ്ഗം ആലോചിക്കണമായിരുന്നു. നമ്മളെ സഹായിക്കാൻ നമുക്ക് വിദേശത്തും സ്വദേശത്തുമായിട്ട് എത്രയോ വലിയ ആളുകളുണ്ട്. ഇതിനേക്കാൾ ഈ സ്പോൺസറിനേക്കാൾ വലിയ സ്പോൺസർമാരുള്ള നാടല്ലേ കേരളം. എന്തെല്ലാം സാധ്യമാക്കുന്ന നാടാണ് കേരളം. മെസ്സിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ മെസ്സി വരുന്നു അല്ലെങ്കിൽ അർജന്റീന ടീം വരുന്നു എന്ന് പറയുമ്പോൾ പ്രായഭേദമന്യേ പറയുക അല്ലെങ്കിൽ കൂടി വലിയൊരു ശതമാനം യുവാക്കളാണ് ഈ പ്രതീക്ഷിക്കുന്നതിൽ. തീർച്ചയായും. അപ്പോൾ സത്യം പറഞ്ഞാൽ അടുത്ത തവണ വോട്ട് ചെയ്യേണ്ട വലിയൊരു യുവതയാണ് അനാവശ്യമായി വെറുപ്പിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു അതൊരു പറ്റിക്കൽ രാഷ്ട്രീയമായി പോയി വേണമെങ്കിൽ അങ്ങനെ വേണം. പ്രത്യേകിച്ച് വടക്കൻ മലബാർ ജില്ലകളിലൊക്കെ ഈ ഫുട്ബോളിന്റെ വളരെ ആവേശത്തോടെയുള്ള ജില്ലകളിലൊക്കെ ഇത് വലിയ ആവേശത്തോടെയാണ് ആളുകൾ കണ്ടത്. മലപ്പുറത്തൊക്കെ മെസ്സി വരുന്നു എന്നുള്ളത് വലിയ ആഘോഷം പോലെയാണ്. ഈ ഓഫീസിൽ നമ്മൾ ആഘോഷിച്ചില്ലേ, ആ വാർത്ത ആദ്യം കൊടുക്കുന്നു, ഈ ഓഫീസ് നമ്മൾ വല്ലാതെ ആഘോഷിച്ചു എല്ലാവരും. ഒരുപക്ഷെ ഫുട്ബോൾ എന്ന് കേട്ടുള്ള മെസ്സി എന്ന് കേട്ട് മെസ്സി എന്ന് പറഞ്ഞ പേര് കേൾക്കുന്ന ആളുകൾ തന്നെ എല്ലാവരും ആഘോഷിച്ചാണ്. നമ്മളെല്ലാവരും ലീവ് എടുത്ത് പോകുന്നതിനെ കുറിച്ച് സംസാരിച്ച ആളുകളുണ്ട് നമ്മുടെ ഈ ഓഫീസിൽ. പക്ഷേ അതിനെ മുഴുവൻ ആ തലമുറയെ പറ്റിച്ചു. ഇനി ആ ആഗ്രഹത്തെ പറ്റി ഇനി ഒരുപക്ഷെ ഞാൻ തിരിച്ചു ചിന്തിച്ച് നോക്കൂ. ഇനി ഒരുപക്ഷെ ഇനി കേരളം എന്ന പേര് കേൾക്കുമ്പോൾ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക? ഞങ്ങളെ ഒരിക്കൽ പറഞ്ഞു പറ്റിച്ചവരല്ലേ. ഇനി അവർ പലതവണ ആലോചിക്കില്ലേ? സാധാരണ അങ്ങനെയാണ്, നമ്മളെ വിളിച്ചു, നമ്മൾ പോകാൻ തീരുമാനിക്കുമ്പോൾ അതിന് സൗകര്യങ്ങൾ ചെയ്തുതരാമെന്ന് പറയുന്നു. പക്ഷേ ഈ സൗകര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ വരണ്ട എന്നും പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഇനി അർജന്റീന രണ്ടാമത്. ഏറ്റവും പ്രധാനം മന്ത്രി പറഞ്ഞ വാക്കിൽ തന്നെയുണ്ട്. അതായത് ഒക്ടോബറിൽ വരാൻ പറ്റില്ല, 2026 ആലോചിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട, ഒക്ടോബറിലാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതാണ് സ്പോൺസർ പറഞ്ഞത്. അതായത് സ്പോൺസർ പറയുന്നിടയ്ക്കാണ് ഈ കാര്യങ്ങൾ മുഴുവൻ എന്ന് സർക്കാർ തീരുമാനിച്ചു. സത്യത്തിൽ സർക്കാർ ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ ഒരു സ്പോൺസറെ ആഗ്രഹിക്കുകയായിരുന്നില്ല. ഒരു സ്പോൺസർ ഇത് വന്നപ്പോൾ ആ മുഴുവൻ വിശ്വാസത്തിലെടുത്ത് അനാവശ്യമായി കായിക മന്ത്രി തൻ്റെ നാവിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ സ്പോൺസറും മന്ത്രിയും കൂടി മാത്രം ആലോചിച്ചാൽ തീരുമാനമാകില്ല എന്നുള്ള കാര്യം രണ്ടുപേർക്കും മനസ്സിലായിട്ടില്ല. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് സർക്കാർ ഒരു പക്ഷേ മന്ത്രിയെ വിശ്വസിച്ച് കാര്യം ഏൽപ്പിച്ചു, മന്ത്രി സ്പോൺസറെ വിശ്വസിച്ച് കാര്യം ഏൽപ്പിച്ചു, ആ വട്ടത്തിൽ കടന്ന് കളിച്ചു. അതില്ലാതെ ഇതിനകത്തൊരു ഇതൊരു ആഗോള തലത്തിൽ കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ ആ തലത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സാധാരണഗതിയിൽ ഞാൻ ഈ ആവർത്തിച്ച് പറയുന്ന പോലെ ഒരു വകുപ്പിൻ്റെ ഒരു ഫയലിൻ്റെ താഴെ ഒപ്പിടുന്ന പോലെ എളുപ്പമുള്ള കാര്യമായിരുന്നില്ല എന്ന് മന്ത്രി ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഫയൽ കാണുന്നു, അത് പഠിക്കുന്നു, ഒപ്പിടുന്നു. പക്ഷെ അങ്ങനെയല്ലത്. ഇതിനകത്ത് നമ്മുടെ കായിക വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ഇതിൽ എന്ത് ആത്മാർത്ഥമായ ഇതൊരു ആത്മാർത്ഥമായ ഇടപെടൽ കൂടി വേണം. വെറുതെ നമ്മൾ സാധാരണഗതിയിൽ വെറുതെ ചിന്തിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന പോലെയല്ല. നമുക്കിത് കേരളം ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഉറങ്ങുന്ന ഫയൽ ഉറക്കത്തിൽ നിന്ന് ഫയൽ ഉണർത്തിയെടുത്ത് അതിനെ ജീവിതമാക്കി മാറ്റിയെടുക്കണം. ആ ജീവിതമാക്കി മാറ്റിയെടുക്കണം ആഗ്രഹം ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ കേരളത്തിലുണ്ട് എന്ന് മന്ത്രിക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കും. പക്ഷേ മന്ത്രി അതിനകത്തൊരു ആത്മാർത്ഥത എവിടെ കാണിച്ചു എന്നുള്ളത് ഇനി മന്ത്രി സ്വയം ആലോചിച്ചാൽ മതിയാവും. ഈ പലപ്പോഴും മെസ്സിയൊക്കെ കൊണ്ടുവരുമ്പോൾ ആളുകൾ പറയുന്നതാണ്, നിങ്ങൾ ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് ആയി ഫുട്ബോളിനെ വളർത്താൻ എന്തെങ്കിലും ശ്രമം നടത്തും. അത്തരത്തിൽ വലിയ പ്രകടനങ്ങളോ വലിയ തരത്തിലുള്ള ഇടപെടലുകളോ ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ മെസ്സിയൊക്കെ വന്ന് നമ്മുടെ ചെറിയ കുട്ടികളെ കണ്ട്
അവരുടെ ഇടയിൽ നിന്ന് ഏതെങ്കിലും നല്ല അക്കാഡമി കുട്ടികളോട് സംസാരിച്ചാൽ തന്നെ ഒരുപക്ഷെ അവരുടെ ലൈഫ് പോലും ചേഞ്ച് ആവും. കാരണം ലിയോണൽ മെസ്സിയുടെ കൂടെ കണ്ട് സംസാരിക്കാൻ പറ്റിയ കുട്ടികൾ ഭാവിയെ അങ്ങനെ ആ രീതിയിലായിരിക്കും സ്വപ്നം കാണുക. അത്തരത്തിൽ ഒരുപാട് ആളുകൾ സ്വപ്നം കണ്ട ഒരു സ്വപ്ന പദ്ധതിയെയാണ് എന്തായാലും ഈ തരത്തിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് 2026 വരാന്ന് വെച്ചാൽ 2026 ലോകകപ്പ് നടക്കുന്ന ഒരു സമയമാണ്. ആ വർഷം എന്തായാലും ലിയോണൽ മെസ്സിയും കേരളത്തിലേക്ക് പ്രതീക്ഷിക്കേണ്ട അത്തരത്തിലൊരു അഥവാ നമ്മൾ ആഗ്രഹിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ മെസ്സിയും പറയും കേരളമാണ് വിളിച്ചു പറ്റിക്കുന്ന നാടാണ് എന്ന് വേണമെങ്കിൽ അവർക്ക് ഒരുപാട് കോടികൾ മറിയുന്ന ഒരു വ്യവസായം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരൊക്കെ വന്ന് ഇത് നടപ്പാക്കും എന്ന കാര്യത്തിൽ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ആ സംശയം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പൊളിഞ്ഞതിൽ ആയിരിക്കും ഒരുപക്ഷെ വി അബ്ദുറഹ്മാൻ അടക്കമുള്ള ആളുകൾക്ക് ചിലപ്പോൾ ആശങ്കയുണ്ടാവുക. എന്തായാലും മന്ത്രി അതുകൊണ്ട് തന്നെയാണ് പൊട്ടിത്തെറിച്ചതെന്നും മനസ്സിലാകുന്നു. എന്തായാലും കായിക പ്രേമികൾ കാത്തിരുന്ന ഒരു നിമിഷം അത് ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇതിൽ സർക്കാരിനുള്ള ഉത്തരവാദിത്തം, കായിക വകുപ്പിനുള്ള ഉത്തരവാദിത്തം, കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനുള്ള ഉത്തരവാദിത്തം ഒരിക്കലും മാറ്റി നിർത്താനാവില്ല. കാരണം ഇവിടെയുള്ള കായിക പ്രേമികളെ പൂർണ്ണമായും പറഞ്ഞു പറ്റിക്കുക തന്നെയായിരുന്നു മന്ത്രിയും ചെയ്തത്. അതിന് പലപ്പോഴും മന്ത്രി മാധ്യമങ്ങളെയൊക്കെ ഈ വാർത്ത നൽകിയതിൽ ഞങ്ങൾ പറഞ്ഞല്ലല്ലോ വാർത്ത നൽകിയതെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷേ മന്ത്രി അത്തരം പൊട്ടിത്തെറിയൊക്കെ നടത്തുന്നതിന് മുൻപ് എന്തൊക്കെയാണ് ഈ കാലയളവിൽ മന്ത്രി നൽകിയ വാഗ്ദാനം എന്ന് ചിന്തിക്കുക കൂടി ചെയ്യണം. എന്തായാലും കേരളത്തെ ലോകത്തിന് മുന്നിൽ ഇത്തരത്തിൽ വലിയ ആരാധക കൂട്ടമുള്ള ഒരു നാട് ഇവിടെ ഉണ്ട് എന്ന് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണ് നഷ്ടപ്പെടുത്തിയത് എന്ന് മാത്രമാണ് ഈ നിമിഷം പറയാവുന്നത്.